എന്താ ചേട്ടന്മാരെ ഒന്നും പറഞ്ഞില്ല? എടാ നീ എന്ത് കണ്ടിട്ടാ ഞങ്ങളുടെ കൂടെ കൂടാന്ന് വെച്ചേ? നിങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയല്ലേ? എടാ ഈ കാണുന്ന പോലെയല്ല കാര്യങ്ങൾ. കൊല്ലാൻ പറ്റും. അയ്യോ, അത് പോട്ട്, തല്ലാനെങ്കിലും. തല്ല ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരുത്തനെ തല്ലിയിട്ടുണ്ട്. എടാ ഇത് 3ാം ക്ലാസ് പോലെയല്ല, തിരിച്ചടിക്കും. എടാ നിന്നെ പോലത്തെ ആൾക്കാർക്ക് പറ്റിയ പണിയിലേക്ക് ചോരയൊക്കെ കാണേണ്ടി വരും. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ നീ തലകറങ്ങി താഴെ കിടക്കും. എടാ പിന്നെ പൈസ പോലും കിട്ടില്ല. അതെന്താ? എടാ നമ്മൾ പണിയെടുത്ത പൈസ മൊത്തം ആശാനിന് പോകും. അതിൽ നിന്ന് എത്ര തരുന്നോ അതാണ് നമ്മുടെ സാലറി. നീ ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് കുറവാ. ഇപ്പം നീയും കൂടെ വന്നാൽ ഞങ്ങൾക്ക് വീട്ടിൽ കുറയത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വേറെ പണികൾ ചെയ്യണം. അതാ ആശാൻ അവിടെ വെച്ച് പറഞ്ഞതും പിന്നെ വഴക്കായതും. ഇപ്പം തന്നെ ഞങ്ങൾ വേറൊരു ഡീൽ പിടിച്ചിട്ടിരിക്കുക. അതിനകത്ത് പകുതി മുക്കാലും ഞങ്ങളെടുത്തിട്ട് ബാക്കി ആശാന് കൊടുക്കാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അത് കൊള്ളാലോ. നിന്നോട് ഞങ്ങൾക്കൊരു ദേഷ്യമില്ല. പിന്നെ നിന്നെ കണ്ടപ്പോൾ ഒരു പാവം തോന്നി, ഒരു ക്യൂരിയോസിറ്റി വന്നാന്ന് മനസ്സിലായി. പക്ഷേ അളിയാ, നീ കാണുന്ന പോലല്ല. നീ പോയി രക്ഷപ്പെട്ടു. അങ്ങനെ പോകാൻ പറ്റുമോ? അപ്പം ആശയോട് എന്തു പറയും? എടാ അതൊക്കെ നമ്മൾ പറഞ്ഞോളാ, നീ ചെല്ല്. അതെ അതെ, വേറൊന്നും ചിന്തിക്കണ്ട, നീ പൊക്കോ. എവിടെ എൻ്റെ പൈസ? കുറേ ആയാലും ഇന്ന് തരാം നാളെ തരാൻ പറഞ്ഞു. എടുത്താടാ. സോറിടാ, ഞാനിപ്പോൾ കുറച്ച് ബ്രോക്കാ. പിന്നെ തന്നാൽ മതിയോ? ഒരു പണിയുമില്ല, ഇപ്പൊ തരണം. എന്നാ നീ ഇവരോട് ചോദിക്കുക. ഒരു അത്യാവശ്യം വന്നാൽ ഞാൻ ഇവർക്ക് കൊടുത്താ. ഇതാരാ? ആരാണ് നിങ്ങൾക്ക്? നിങ്ങളാണോ എൻ്റെ പൈസ എടുത്തത്? ഇവൻ ആരടാ? ഇത് ശബാൻ, എൻ്റെ ഫ്രണ്ടാ. ആണെങ്കിൽ ആഹാ, എന്നാ പൈസ തന്നിട്ട് പോയാൽ മതി. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ സഹോദര. ആ പൈസ അലക്സി എടുത്തല്ലോ. അലക്സിയോ? അതാരാ? ഡേവിസ് ആശാന്റെ ഒരാളാ. ഹം സബ് ഡേവിഡ് ആശാൻ കെ ലോഗ് ഹൈ. ഇനി പറ, നിനക്ക് പൈസ വേണോടാ? ഗുഡ് ബോയ്, എന്നാ പൊക്കോ. ഓക്കെ. എന്താ അല്ലേ ഓരോരോ മാരണങ്ങൾ കയറി വന്നത്. സോറിടാ, ആ ഞാനിപ്പോൾ ഇവരുടെ കൂടെ. എടാ അതെനിക്ക് മനസ്സിലായി. നീ നേരത്തെ പറയണ്ടേടാ. അതൊക്കെ വിട്. എടാ നീ നല്ലോണം ഫുഡൊക്കെ കഴിക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. സോറി. അങ്ങനെ അവനെ ഒഴിവാക്കി ഇവരോട് എങ്ങനെ നിൽക്കും? നീ എന്തിനാ ഞങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞേ? അല്ലെങ്കിൽ അവൻ എന്നെ തല്ലിയാനെ. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ പേടിച്ചു പോയി. ഇനി ഞാൻ നിങ്ങളോട് ഉള്ളത് എന്ത് പറഞ്ഞാലും. എടാ അത് പിന്നെ വിട്രാ. പിന്നെ ഒരു കാര്യം, നീ നിന്നു, പക്ഷേ നിന്റെ ഷെയർ ഞങ്ങൾക്ക് കിട്ടണം. ഇല്ലെങ്കിൽ അതിനെന്താ, നിങ്ങൾ എടുത്തോ, പക്ഷെ നിങ്ങൾ എന്നെ കൂടെ കൂട്ടണം. എന്നാ ഓക്കെ, വാടാ. ഏതായാലും നമ്മുടെ ഡൗട്ടി കളിവിലായിരുന്നു. അതെ അതെ, അത് പറഞ്ഞോളെ ഓർത്ത് മോളിൽ പോയപ്പോ ഒരു സംഭവം കണ്ടായിരുന്നു. അലൻ സുള്ളി. ആരോട് ചൊല്ലി? മോനോട് തീരെ സാധനം. എന്റെ പൊന്നിടാവേ മപ്പ് സാധനം. ആ ശരി, വരാം. ഇതിപ്പോൾ മാത്രം പറയണ എന്താ കാരണം? കേട്ടു. ആ ശരി, ഓക്കെ, ബൈ. ആരാടാ? വീട്ടിലെന്നാ. എന്തു വെച്ച്? എടാ MBA കയറണ ഒരു വർഷമെങ്കിലും ഉണ്ട്. അപ്പം വന്ന് MBA ഈ സ്ഥലത്തിൽ അപ്ലൈ ചെയ്യ്, ആ സ്ഥലത്തിൽ അപ്ലൈ ചെയ്യ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാടാ? എനിക്കൊരു പടി കിട്ടുന്നില്ല. എടാ നിനക്ക് വീട്ടിൽ വിളിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടെന്ന് പറയാം. ഇവിടെ എൻ്റെ അവസ്ഥ, ഞാൻ അങ്ങോട്ട് വേണേൽ വീട്ടുകാരെ വിളിക്കണം. എൻ്റെ പൊന്നു മോനെ, അത് മാത്രം പറയല്ലേ. എനിക്കാണെങ്കിൽ വീട്ടുകാർ മാത്രമല്ല, വീട്ടുകാരുടെ ബന്ധുക്കളുടെ കുട്ടികൾ എല്ലാവരും വിളിക്കണം. ഇവർ വിളിക്കാൻ തന്നെ എൻ്റെ എല്ലാ ദിവസവും പോകും. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കൂടെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും പിന്നെ അവളുടെ കൂടെയും നടക്കണം. എടാ പിന്നെ അവളുടെ ചില സമയത്തിനുള്ള വർത്തമാനം അത്ര പിടിക്കാറില്ല. അവളെ സമയത്തിൽ തന്നെ എന്തെങ്കിലും പറയും. അത് കേൾക്കുമ്പോൾ തന്നെ മൂഡ് ഓഫ് ആകും. എടാ അങ്ങനെ പറയല്ലേ, നിനക്ക് നടക്കാനെങ്കിലും ആളെങ്കിലും ഉണ്ടല്ലോ. ഓ പിന്നെ നിന്റെ ലൈഫൊക്കെ നോക്കുമ്പോൾ എത്ര സുഖമാടാ. അസൂയ. സിംഗിൾ ലൈഫ് ഇസ് ദ ബെസ്റ്റ്. എത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കണേ. നിനക്കങ്ങനെ പറയാം. നിനക്കറിയോ, ദിവസം വീട്ടിലുള്ള പ്രഷർ, ടെൻഷൻ, ഓവർ തിങ്കിങ്, നിസ്സാരമൊന്നുമല്ല ജീവിതം. എടാ വിഷമിക്കാൻ പറഞ്ഞല്ലടാ, എനിക്ക് ഇപ്പോഴും അറിയാം നീ അവളുടെ കാര്യം ആലോചിക്കാറുണ്ടെന്ന്. ഒന്ന് പോടാ. നിങ്ങൾക്ക് വിചാരിക്കുന്നത് എന്തോ ഞാൻ എപ്പോഴും 24 മണിക്കൂർ അവളെക്കുള്ള ചിന്തിച്ചോണ്ടിരിക്കുകയാണെന്നോ? എനിക്ക് വേറെ പലതും ഉണ്ടോ ചിന്തിക്കാൻ. ഉറപ്പല്ലേ? ആ ഓക്കെ ശരി, കിടക്കാൻ നോക്കും.
ആരാടാ? അവളാടാ. ഓ പുല്ല്, ഇന്നത്തെ ഉറക്കം പോയി കിട്ടി. പറ കുഞ്ഞേ. ഇവനെന്താ ഇവിടെ? അതൊന്നും പറ്റില്ല. അവനെ നമ്മുടെ ഗ്യാങ്ങിൽ ചേർക്കുന്ന പ്രശ്നമില്ല. അവനൊരു മണ്ടൻ. ഒരു മിനിറ്റ്. ഇതാരിത് എങ്ങോട്ടാണ്? ഓ ചുമ്മാ പീജി വരെ. ഇതെന്താ കയ്യിലൊക്കെ? ജ്യൂസാ. എന്തുവാടാ തീർത്ത് കളഞ്ഞല്ലോ. അല്ലേ പിന്നെ നമ്മളെ കുറിച്ചൊക്കെ ആലോചിക്കാൻ നിനക്ക് എവിടെ നടാ നേരം? പിന്നെ നീ എന്താ ഫോൺ എടുത്തിട്ട്? ഓ അതൊന്നും പറയണ്ട, ഫോണൊക്കെ ചത്തിടക്ക. അതിനെ പറ്റി പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാ പിന്നെ നമുക്ക് ചായ കുടിച്ചാലോ? അയ്യോ അത് പറ്റില്ല, പിരിഞ്ഞു. ചായ മേടിക്കണ്ടേ വേണ്ട, നമുക്ക് ജ്യൂസ് കുടിക്കാം. പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം. വാ. എടാ കഴിഞ്ഞ പ്രാവശ്യം കുടിച്ചതിന്റെ പൈസ ഇത് തന്നിട്ടില്ല. ആ ഒരു തമാശ പറയാൻ സമ്മതിക്കില്ല. ഞാൻ പോളെ. അല്ല അങ്ങനെ പറയല്ലേ, എനിക്കൊരു കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യം? അന്ന് വിളിച്ച് പറയാൻ പറ്റും. നമുക്ക് പി ജി ചെന്ന് സംസാരിക്കാം. മറ്റേ റോഹനില്ലേ അവിടെ? ആ അവനുണ്ട്, പക്ഷെ അവിടെ ഉറക്കവാ. ഞാൻ പക്ഷെ വെളിയിൽ കൂട്ടിയിട്ടുണ്ട്. ആ പിന്നെന്താ പേടി, വാ. പണ്ടാരം വരണ്ടായിരുന്നു. അല്ല വരുന്നില്ലേ? ആ വരുവാ. എന്താടി ഐശ്വര്യ ഉറങ്ങാണോ? നീ ഉറക്കിയിട്ട് വേണ്ടേ? അതുകൊണ്ട് ഉറങ്ങുവാ. അതിന് നിനക്ക് എന്നോട് പറയായിരുന്നല്ലോ. പോവാ, കുറെ വട്ടം പറഞ്ഞു. അതെങ്ങനെയാ നീ കേട്ടാ വേണ്ടേ? എന്ത് പറ്റി? നമുക്ക് റീൽ എടുത്താലോ? എന്റെ പൊന്നോള്, എന്റെ ഈ അവസ്ഥയായിട്ട് നിനക്ക് എങ്ങനെയാടി ഈ ചോദ്യം ചോദിക്കാൻ തോന്നുന്നേ? അതൊക്കെ മാറ്റിയെടുക്കാലോ. ഒന്നുകൂടി ഞാനില്ല, നീ ഒറ്റ ചെയ്താൽ മതി. അല്ലേലും ഇപ്പൊ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി റീലൊന്നും എടുക്കാറില്ലേന്ന്. ഈ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ആണുങ്ങളല്ലേ? അങ്ങനെയൊന്നുമില്ല. ആ പണ്ടൊക്കെ റീൽ എടുക്കാൻ ടൈം ഉണ്ടായിരുന്നു. ശരി കേട്ടു. ഓക്കെ ഡുവറ്റ് എന്റെ ഫ്രണ്ട്സ് ചെയ്തതാ, ഞാൻ നിനക്കത് ഷെയർ ആക്കി തരാം. അല്ല നമ്മൾ ചെയ്യും. ഈ കൊല്ലത്തിലല്ല, പോയി മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് നീ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയക്കും. ഓക്കെ? ഓക്കെ. എന്നാലും അവനെ കാണുമ്പോ ഒന്ന് ഷോക്കാവും. അല്ലടാ? ഷോക്കോ? അവനെങ്കിൽ ഇല്ലാത്ത. അതാ. ഡാൻസ് ഒക്കെ ചെയ്യോ? പക്ഷെ കൊള്ളാറുണ്ട് കേട്ടോ. എനിക്ക് നല്ല കോമഡി ആയിട്ടാ തോന്നി. സ്റ്റീവൻ വന്നേ. എന്താടാ? കഴിക്കാൻ മേടിച്ചിട്ട് ഫുള്ള് ദാരിദ്ര്യം അവിടെ. ഓ ക്രീം. ഇവൻ എവിടെ നിന്ന് കിട്ടിയേ? ഓ നടന്നു വരുന്ന സമയത്ത് കണ്ടേടാ. എടാ കഴിക്ക. ഞാൻ പോയി ഒന്ന് നോക്കിക്കേ. എന്താടാ? ഓ അല്ല നീ പറഞ്ഞായിരുന്നോ? ഓ ഒന്നുമില്ലടാ, ഞാനിവിടെ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചാ. ഒന്നുമില്ലടാ, എല്ലാം തീർന്നു പോയി. എന്നാലും എന്തെങ്കിലുമൊക്കെ പാക്കറ്റ് പൊട്ടിക്കുന്ന ശബ്ദമല്ലേ നാം കേട്ടത്? കഴിക്കാനൊന്നുമില്ലല്ലോ, ഉറങ്ങാന്ന്. അല്ല നിനക്കൂടെ പറയാന്ന് പറഞ്ഞിട്ട് നീ വാ. എന്തുവാ
പറ എന്താ എൻ്റെ കാര്യം? എടാ നിങ്ങൾക്കൊക്കെ അറിയാലോ എൻ്റെ അവസ്ഥ. വീട്ടിൽ അരി വാങ്ങിക്കാൻ പോലും കാശ്. അതിൻ്റെ ഇടയ്ക്ക് കോളേജിൽ നിന്ന് എക്സാം ഫീസ് എന്നൊക്കെ പറഞ്ഞ വന്നിരിക്കുന്നത്. ഇതിനൊക്കെ ഞാൻ എവിടുന്ന് പോയി ഉണ്ടാക്കാനാ കാശ്? നിങ്ങളുടെ വല്ല ഇരിപ്പുണ്ടോ? ഓ ഇവിടെ ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല. അപ്പോഴാ ചായന് വേണ്ടി വെച്ചുള്ള പൈസ വെച്ചാൽ നിങ്ങൾ ഈ ചിപ്സ് മേടിച്ചത്. നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തൊരു കൊതുകാണ് ഇവിടെ. അല്ല ചന്ദനത്തിനെ കൊണ്ടായിട്ട് വല്ല വാങ്ങിച്ച് കത്തിക്കും. ഓ പറഞ്ഞിട്ട് എന്ത് വരും? ഫണ്ടില്ല. എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നതല്ല, കുറേ കൊതുകുണ്ട് ഇവിടെ. ആയിക്കോട്ടെ, ആണ് ഞാനങ്ങോട്ട്. ശരി എന്നാ കാണാം. ആ അത് കലക്കി. ഒരെണ്ണം എടുക്കായിരുന്നു. എടാ ഓ പോയി. ഓർഡർ ചെയ്യണ്ടേ? എന്ത്? ഈ കൊതുകിൻ്റെ ശല്യം മാറ്റണ്ടേ? ആ അതിവിടുന്ന് മേടിച്ചാൽ പോരെ? അതിനൊരു ത്രില്ലില്ല. ആ എന്നാ നീ എന്തെങ്കിലും ചെയ്. എടാ നീ ആമസോൺ നോക്ക്, ഫ്ലിപ്കാർട്ട് നോക്ക്. ഓക്കെ മുടിഞ്ഞ വിലയാണല്ലോ ഇതിനകത്ത്. എടാ നീ എന്തൊരു കാര്യം മേടിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ബൾബ് ആ അതില്ല അത് കിട്ടും നോക്ക്. കുഴപ്പമില്ല, ഇത് മതി സെറ്റ് കളറിലെ സെറ്റ് അല്ലേ? ഒന്നും നമ്മൾ അത് ബുക്ക് ചെയ്തു, കുഴപ്പമില്ല. സെക്ഷൻ പ്രോസസ്സിംഗ് ഓർഡർ ചെയ്തു. സക്സസ്. വീട്ടിൽ വണ്ടി വന്നേ. ഹലോ എന്ത് പറ്റിയ ലക്സി? നീ ഇവിടെ നടക്കണമെന്ന് അറിയണില്ലേ? സാധാരണ ഞൈനയുടെ കൂടെ ആരെങ്കിലും നടന്ന അവരെ തല്ലാൻ നിൽക്കുന്ന ആളാണല്ലോ നീ. ഇപ്പൊ എന്ത് പറ്റി? നന്നായോ? ആരാടാ നീ ഒന്നോർത്തോ, ഞാൻ വേറെ ഒരുത്തിനായിട്ട് കമ്മിറ്റഡ് ആണ്. ഇനി എങ്ങനെ നീ അവളുടെ കൂടെ നടന്നാൽ നിന്നെ ഞാൻ തല്ലും. പേരാണോ കൂടെ വെച്ചിട്ട് പോയാ നന്നായി. എന്താടാ മൈലേ? ഡേയ് ഇത് ഞാനാണ് കോശി. എന്തുപറ്റി? ഓ അതൊന്നുമില്ലടാ. എന്താടാ വിളിച്ചേ? നിങ്ങളന്ന് ഡീൽ ചെയ്ത പണിക്കുള്ള പൈസ വേണ്ടേ? പിന്നെ നിങ്ങൾ ഈ വഴിക്കൊന്നും കാണാത്തോണ്ട് വിളിച്ചതാ. ഓ അത് മറന്നുപോയടാ. നീ എപ്പോഴാന്ന് വെച്ചാൽ പറയും, ഞങ്ങൾ അങ്ങോട്ട് വരാം. എടാ ഇതിന് ഡെലിവറി ഡേറ്റ് 12-ാം തീയതി ആണല്ലോ. ഇന്ന് 9. നാളെ ഞാൻ എൻ്റെ കസിൻ അങ്ങോട്ട് പോകും കേട്ടോ. വീക്കെൻഡൊക്കെ അല്ലേ? ഞങ്ങൾ കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യാനുണ്ട്. എന്തായാലും നീ 12-ാം തീയതി അങ്ങോട്ട് വാ, ക്രൂസർ അവിടേക്ക്. ഞങ്ങളുടെ പിള്ളേരെ അവിടെ കാണും. അവിടെ വെച്ച് നിങ്ങൾക്ക് ക്യാഷ് ഹാൻഡ് ഓവർ ചെയ്യാം. ശരിയാ, ഞാൻ ഉണ്ടാകത്തില്ല. നേരെ കൂടെ പോവാ. അപ്പോൾ എന്ത് ചെയ്യും? നീ എപ്പോഴാണ് തിരിച്ചറിഞ്ഞ? ഞാനൊരു 12-ാം തീയതി ഉച്ചയാകുമ്പോൾ വരും. ആ സീനില്ല, അപ്പോഴേക്കും ഞാൻ വരാം. എടാ ഡെലിവറി ലൊക്കേഷൻ ഇവിടെ തന്നെ കൊടുത്തേക്കുന്നത്. നോക്കിക്കേ. അയ്യോ എടാ, ഞാൻ രജിസ്റ്റർഡ് അവിടെ കൊടുത്തേ. എന്തിന്? എടാ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. സോ അവനൊരു ആവശ്യം വന്നപ്പോൾ അവൻ്റെ ലൊക്കേഷനാണ് കൊടുത്തത്. ഞാൻ മാറ്റാൻ മറന്നുപോയി. ആ ബെസ്റ്റ്. ഇനിയിപ്പോൾ എന്തോ ചെയ്യടാ? പേടിക്കണ്ട, നീ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, എല്ലാം സെറ്റാക്കാം. ഞാൻ എൻ്റെ അടുത്ത് പറയാം വിളിക്കുമ്പോൾ. എന്തൊക്കെയാവും.